അപ്പം നമ്മുടെ എക്സാം ടൈം ഇങ്ങ് വന്നെത്തി. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ EVSലെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഹരിതഭൂമി ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓണപരീക്ഷയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, അതായത് ഗ്രീൻ എർത്ത് ഹരിതഭൂമി എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ധാരാളം സസ്യങ്ങളുടെ പ്രത്യേകതകൾ, ജീവജാലങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാറ്റഗറീസ് അല്ലെങ്കിൽ ചില വിഭാഗങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഹേംസ് അല്ലെങ്കിൽ ഔഷധികൾ. എന്തെല്ലാമാണ് അവയുടെ പ്രത്യേകതകൾ? വെരി വീക്ക് ആൻഡ് തിൻ സ്റ്റെം ആയിരിക്കും, അതായത് വളരെ ദുർബലമായിട്ടുള്ള കാണ്ഡമായിരിക്കും. അതുപോലെ തന്നെ ആഴത്തിൽ വേരോട്ടമില്ല, നോട്ട് ഡീപ്പ് റൂട്ട്. അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ആണ്, അതായത് വളരെ കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ. സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പൊ ഹെർബ്സ് അല്ലെങ്കിൽ ഔഷധികളുടെ പ്രത്യേകതകൾ മക്കളെ പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഷ്രബ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, അവയുടെ തണ്ടെന്ന് പറയുന്നത് അത്യാവശ്യം കാഠിന്യമുള്ളതാണ്. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് മീഡിയം ആണ്. പിന്നെ അവയുടെ ആയുസ് എന്ന് പറയുന്നത് 2 to 15 ഇയേഴ്സ്, അതായത് 2 തൊട്ട് 15 വർഷം വരെ ആയുസ്സുണ്ട്. ഇനി അതുപോലെ തന്നെ തണ്ടെന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വലുപ്പത്തിലും അല്ല, അത്ര കനത്തിലും അല്ല, അതായത് ഒരു മീഡിയം സൈസ് ആണ്. ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തതാണ് ട്രീസ് അല്ലെങ്കിൽ മരങ്ങളുടെ പ്രത്യേകതകൾ. എന്തെല്ലാം പ്രത്യേകതകളാണ്? നമുക്ക് ചുറ്റും ധാരാളം ട്രീസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? അവയ്ക്ക് നല്ല തിക്കായിട്ട് സ്റ്റെമ്മാണ്, കാഠിന്യമുള്ള തണ്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, വലിപ്പം കൂടുതലുണ്ട്. പിന്നെ അവയുടെ ആയുസ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളുണ്ടാവും. പിന്നെ അവയുടെ റൂട്ട് എന്ന് പറയുന്നത് ഡീപ്പ് റൂട്ടാണ്, അതായത് ആഴത്തിലുള്ള വേരോട്ടമാണ്. അപ്പൊ ഹെർബ്സ്, അതുപോലെ തന്നെ ഷ്രബ്സ്, അതുപോലെ തന്നെ ട്രീസ്, ഇത് നമ്മൾ പഠിച്ചു. ഇനി ഇത് കൂടാതെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഭാഗമാണ് വള്ളിച്ചെടികൾ അല്ലെങ്കിൽ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അവയുടെ പ്രത്യേകതകൾ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അവ വള്ളികളായിട്ടാണ് പടരുന്നത്, ക്രിപ്പേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അവയുടെ സ്റ്റെമ്മിന് എന്താണ്, വളരെ വലിപ്പം കുറവായിരിക്കും, അതായത് നിവർന്ന് നിൽക്കാനൊന്നും പറ്റില്ല. അതാണ് നമ്മൾ അടുത്ത പോയിന്റ്, വീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ അവ മറ്റ് സസ്യങ്ങളിൽ ഇങ്ങനെ ചുറ്റിപ്പിഴഞ്ഞ് കിടക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പൊ ഈ വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ആലോചിക്കണം. വള്ളിച്ചെടികൾ എന്ന് പറയുന്നത് ചിലത് ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതുണ്ടായിരിക്കും, ചിലതൊക്കെ എന്താണ് മറ്റു ചെടികളുടെ ഒക്കെ സപ്പോർട്ടോട് കൂടി മുകളിലോട്ട് വളരുന്നവയും ഉണ്ടായിരിക്കും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണ്, അതായത് ജലസസ്യങ്ങളാണ്. നമ്മുടെ താമരയും ആമ്പലും ഒക്കെ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അവയുടെ പ്രത്യേകത നോക്കിയാൽ അവ എവിടെ വളരുന്നതാണ്? വാട്ടറിൽ വളരുന്നതാണ്. അതുപോലെ തന്നെ അവയുടെ ഇലകളും പൂക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അവയുടെ തണ്ടുകൾ എന്ന് പറയുന്നത് നീണ്ട തണ്ടുകളാണ്. അതിൻ്റെ കൂടെ തന്നെ അവയിൽ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടാവും, മെഴുകു പോലുള്ള ആവരണം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ചെടികളെ നമ്മൾ ഇതാ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ ഇതുപോലെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവയുടെ ഒക്കെ ഉദാഹരണങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ചിലതൊക്കെ എങ്ങനെയാണ്? യെസ്, വിത്ത് മുളച്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലൈവ് ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി എന്തെല്ലാമാണ് ഈ പറയുന്ന വിത്ത് മുളച്ച് ഉണ്ടാവുന്ന ചെടികൾക്ക് ഉദാഹരണം? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് എക്സാമ്പിളാണ് പപ്പായ, മുള്ളാത്ത, അതുപോലെ തന്നെ ഗുവാവ, പിന്നെ നമ്മുടെ വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, അതായത് നമ്മുടെ ചക്കപ്പഴം അല്ലെ, ചക്ക, അതുപോലെ തന്നെ മാംഗോ, ഇവയൊക്കെ വിത്ത് മുളച്ചാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, വിത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേര് മുളച്ചുണ്ടാവുന്ന ചെടികൾ. ഓക്കെ, നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ ശീമച്ചക്ക, അതായത് ബ്രെഡ് ഫ്രൂട്ട്, ഇവയൊക്കെ വേരിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ട്യൂബേഴ്സ് അല്ലെങ്കിൽ കിഴങ്ങ് മുളച്ച് ഉണ്ടാവുന്ന ചെടികൾ. അതിനുദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ലെസർ യാമ, അതുപോലെ തന്നെ എലിഫന്റ് യാമ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് തണ്ട് മുളച്ചുണ്ടാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തിയും അതുപോലെ തന്നെ റോസാ ചെടിയും ഒക്കെ തണ്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോസ്, അതുപോലെ തന്നെ ഇക്സോറ, ചെത്തിയുണ്ട്, പിന്നെ നമ്മുടെ ചെമ്പരത്തിയുണ്ട്. അപ്പോൾ വേരിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ വിത്തിൽ നിന്ന് മാത്രമല്ല, തണ്ടിൽ നിന്നും ഇലയിൽ നിന്നും ഒക്കെ എന്താണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നുണ്ട് എന്ന ഒരു അറിവ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾ
സെലക്ട് ആക്കണം. ഇനി ഇല മുളച്ച് എങ്ങനെ ഉണ്ടാവുന്നതെന്നും കൂടി നമുക്കൊന്ന് പഠിക്കണം. ഇല മുളച്ചുണ്ടാവുന്ന ചില ചെടികൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ കാണുന്ന നിശാഗന്ധി. വെളുത്ത നിറത്തിലാണ്, രാത്രിയിലാണ് ഉണ്ടാവുന്നത്, നല്ല സ്മെല്ലാണ്. അപ്പൊ ഈ ഒരു പൂ എന്ന് പറയുന്നത് നിശാഗന്ധി അല്ലെങ്കിൽ ക്യൂൻ ഓഫ് നൈറ്റ് എന്ന് പറയും. പിന്നെ ഇതാണ് നമ്മുടെ ഇലമുളച്ചി അല്ലെങ്കിൽ ബ്രയോഫിലം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ ഈ ഒരു സ്ലൈഡ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് ഇലകളുടെ പ്രത്യേകതയാണ്. അപ്പൊ ഈ ഒരു ടേബിൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ധാരാളം ചെടികളെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? തുമ്പയുണ്ട്, മാംഗോ ഉണ്ട്, മണി പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ അലോവേരയുണ്ട്. അവയുടെയൊക്കെ ഇലകളുടെ ആകൃതി എങ്ങനെയാണ്, അതുപോലെ തന്നെ അവയ്ക്ക് സ്മെല്ലുണ്ട്, അതായത് അവയുടെ ഇലകൾക്ക് സ്മെല്ലുണ്ടോ, ഇനി ഇലകളുടെ നിറം എന്താണ് എന്നൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇലകളുടെ പ്രത്യേകത നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി ഇലകളിൽ മാത്രമാണോ? അല്ല, പൂക്കളിലും വ്യത്യാസമുണ്ട്, ഫ്ലവേഴ്സിലും വ്യത്യാസമുണ്ട്. ഈ ഫ്ലവേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നതിന് കാരണം ഈ പറയുന്ന പൂക്കളുള്ളത് കൊണ്ടാണ്. പൂക്കളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്താണ്? ഒരു അലങ്കാരമാണ്, അതായത് ഡെക്കറേറ്റീവ് ആണ്. അത് മാത്രമല്ല നല്ല സുഗന്ധം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഭക്ഷണത്തിനായിട്ടും മെഡിസിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അവരുടെ ഇലകളെ പറ്റിയും അവരുടെ ഫ്ലവേഴ്സിനെ പറ്റിയും അവയുടെ കാറ്റഗറീസിനെ പറ്റിയും അതുപോലെ തന്നെ അവ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ മക്കള് ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. ഇനി അടുത്തത്, പൂക്കാത്ത സസ്യങ്ങളുണ്ടോ? എല്ലാ ചെടികൾക്കും പൂക്കളുണ്ടോ? ഇല്ല. ചില ചെടികൾക്ക് പൂക്കാത്തതുണ്ട്, അല്ലെങ്കിൽ ചില ചെടികൾക്ക് പൂക്കളില്ല. അപ്പൊ അവയ്ക്ക് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കുക, ഇവയുടെ പേരുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ചെടികളും നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചത് ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. അപ്പൊ ഇത് മാത്രമല്ല, ഇനി എക്സാം വരുന്നത് കൊണ്ട് തന്നെ മിനി മാരത്തോണും മെഗാ മാരത്തോണിന്റെ ഒരു എന്താ പറയുക, ഒരു ഗെയിമാണല്ലേ ഇനി നിങ്ങളുടെ മുന്നിലായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.